മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള വീഡിയോ ആണ് എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. ഒരു സാധാരണ വീഡിയോ ആണ്, ഒന്നുമില്ല. നമ്മുടെ ചാനൽ ഇപ്പോൾ വേറെ ഒരു തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. ഈ ബ്ലോഗർ അവിടെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോൺ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എച്ചോടനെ അവിടെയുണ്ട്. എച്ചോടനെ ചിരിപ്പിക്കാനുള്ള തന്ത്രങ്ങളിലാണ് എല്ലാവരും. പക്ഷേ ചിരിക്കുന്നത് അമ്മയാണെന്ന് മാത്രം. ഒരാളിവിടെ പായ വിരിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് അടുത്തത് ഞങ്ങൾക്ക് പറയാനുള്ള ആ ഒരു ഊഴത്തിന് വേണ്ടി. കണ്ണാടിയല്ലേ? ആ, എച്ചോടിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവരോടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിന്. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതാ 15 മില്യൺ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സെലിബ്രേറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു ഇത്. 15 മില്യൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേനു. അൻവീൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ആഘോഷം ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഒരു ക്രിസ്മസ് ഫോട്ടോഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളിലായിട്ട് ഇപ്പോൾ ഓടി നടക്കലേനു. അങ്ങനെ ഒരു 2-3 പരിപാടികൾ ഇങ്ങനെ അടുപ്പിച്ച് വന്നോണ്ട് തന്നെ സമയവും ഇല്ല, അതുകൊണ്ടാണ്. പിന്നെയുള്ളത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളെ ഇൻട്രോ നമുക്കൊന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. കാരണം ഒരാളും കൂടി പുതിയതായിട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് അയാളും കൂടി ഉൾപ്പെടുത്താണ്ട് ഒരു ഇൻട്രോ ഇനി ഇറക്കാൻ പറ്റൂല. എച്ചൂടനില്ലല്ലോ ഇപ്പോൾ ഇൻട്രോയില്. നമ്മളെ വീഡിയോ മുതൽ നമുക്ക് എച്ചൂടനും കൂടി ഉള്ള ഒരു ഇൻട്രോ ആയിരിക്കും നമ്മളെ വീഡിയോൻ്റെ മുമ്പിൽ ഉണ്ടാവുക. പിണങ്ങിയിരിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല, മൈക്ക് ഞാൻ കൊടുക്കാത്തതുകൊണ്ട്. ആകെ 2 മൈക്കേ ഉള്ളൂ മോനെ, ഓരോരുത്തർക്ക് തരാൻ ഇല്ലാത്തോണ്ടല്ലേ. ഇങ്ങോട്ട് വാടോ. ഇത് കണ്ടപ്പോ ഓർമ്മ വന്നത് ഇവര് ഷോർട്സ് എടുത്തില്ലേ, കിട്ടി 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 എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് എടുത്തില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു. അതെനിക്ക് ഇത് കാണുമ്പോ ഓർമ്മ വന്നേ. മില്യൺ സെലിബ്രേഷൻ ആകുമ്പോൾ നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ഇത് നമ്മളെ സിൽവർ, ഇത് നമ്മളെ ഗോൾഡ്, ഡയമണ്ട്, പ്ലേ ബട്ടൺ, ഇതെല്ലാം ആദ്യത്തെ ആഘോഷം എന്ന് പറയുന്നത് നമ്മളെ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ 20K ആകുമ്പോഴായിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു സെലിബ്രേഷൻ വീഡിയോ ആക്കിയത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അന്ന് നമുക്കുണ്ടായ ആ ഒരു എന്താ പറയണ്ടേ സന്തോഷം എന്ന് പറയുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഫസ്റ്റത്തെ ആഘോഷം യൂട്യൂബ് തുടങ്ങിയിട്ട് നമ്മളെ ഫസ്റ്റത്തെ സെലിബ്രേഷൻ 20K സെലിബ്രേഷൻ. പിന്നെ നമ്മുടെ അൻവിക്കന്നെ ആയിക്കോട്ടെ സ്റ്റാർട്ടിങ്. അതിനുശേഷം ഇതാ നിങ്ങൾക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളെ കൂടി സമ്മാനമാണ് നമുക്ക് ഇരുന്നത്. 20K എന്ന് പറയുന്നത് നിങ്ങളും നമ്മളും കൂടി ചേർന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാ മില്യന്റെ സാധനങ്ങളും നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ നിന്നില്ല. നമ്മളെ എച്ചൂട്ടൻ വന്നു, നമ്മുടെ 15 മില്യണായി. അങ്ങനെ എച്ചൂട്ടനും കൂടി ഇനി അഭിനയിക്കാൻ തുടങ്ങി. രണ്ടാളും കൂടി ഇനി തകർത്ത് അഭിനയിക്കാൻ തുടങ്ങാൻ പോക്കാന്ന്. രണ്ടാളും തമ്മിലുള്ള മത്സരമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ എടുത്ത സ്ഥിതിക്ക് ഇവനിപ്പോൾ മൂത്രയിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഇവനെ തൽക്കാലം അവിടെ കിടത്തുന്നുണ്ട്. കിടത്തല്ല, എന്താ അഭിപ്രായോ? ഇവനെ ചിരിക്കാൻ വേണ്ടി ഇവൻ ചിരിക്കുക. നമ്മളെ ചാനൽ ഇവിടെ ഇത്ര ഒരു 15 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നെല്ലാം പറയുമ്പോൾ ഇത്രയും വലിയൊരു ഫാമിലി ആയിട്ട് വളർന്നതിൽ നമുക്ക് എന്താ പറയണ്ടേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിലാണ് ഉള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അല്ലേ. സാമ്പാർന്ന് വിളിക്കുമ്പോൾ പറയുന്നത് അതാണ്, ഞാനുള്ള സമയത്ത് ഒന്നും ആകുന്നില്ല, എല്ലാം കറക്റ്റ് അങ്ങനത്തെ ടൈമിനേ വരുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഓൻ പറയുന്നത്. ഈ സാധനത്തിന് വേണമെങ്കിൽ ഒന്ന് വെച്ചടിക്ക് ഇരിക്കൂല. ഇത് ഒന്നാമത് ഈ ചാനലിൻ്റെ ഒന്നാമത് ഒരു ശരിയായ നെടുന്തൂട് എന്ന് പറയുന്നത് ഞാനാണെങ്കിലും പിന്നെ ഞാൻ ഇവന് ആ ഒരു സ്ഥാനം വിട്ടുകൊടുക്കുകയാണ്. നമുക്കിനി വേറൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെ ഇത്ര ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിൽ. പിന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തലാണ്. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും പറയാനില്ല. നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ഒരു സ്ഥിതിയിൽ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കാനുണ്ട്. എല്ലാ രീതിയിലും എല്ലാവരോടും, ഇത് കാണുന്ന എല്ലാവരോടും
നമ്മുടെ മനസ്സറിഞ്ഞ സ്നേഹം എന്താ എല്ലാം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഏട്ടൻ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓൻ്റെ പേരിൽ ഒരു താങ്ക്സ് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയലാണ്, കാരണം ഇപ്പോൾ നമുക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, കണ്ടു നോക്കാൻ തുടങ്ങി.